കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺകറൻറ്റ് ഫോഴ്സിൻ്റെ പ്ലെയിൻ സ്പേസ് ആയിരുന്നു പറഞ്ഞത്. അതിൻ്റെ ഒന്ന് രണ്ട് പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്തു. അതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് പറഞ്ഞു. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നോൺ കൺകറൻറ്റ് ഫോഴ്സസ് ഇൻ എ സ്പേസ്. സോ സ്പേഷ്യൽ പ്രോബ്ലംസിനെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് വെക്റ്റർ മെത്തേഡ്. ഓക്കെ, സോ വെക്റ്റർ മെത്തേഡിലാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു സ്പേസിലുള്ള പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റും. സോ അതിനകത്ത് നോൺ കൺകറൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു പോയിന്റ്, പെർട്ടിക്കുലർ പോയിന്റിൽ മീറ്റ് ചെയ്യാത്ത ഫോഴ്സിനെയാണ് പറയുന്നത് നോൺ കൺകറൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. പാരലൽ ഫോഴ്സൊക്കെ അതിനകത്ത് വരുന്നതാണ്. ഓക്കെ, സോ കൺകറൻറ്റ് ഫോഴ്സിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ നോൺ കൺകറൻറ്റ് ഫോഴ്സിനാകുമ്പോൾ നമ്മളെങ്ങനെയാണ് നോക്കാം. സോ നോൺ കൺകറൻറ്റ് ഫോഴ്സ് ഇന്നെ പ്ലെയിനിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ മോഡ്യൂളിൽ പറഞ്ഞിരുന്നു. ഓക്കെ, സോ ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ ഫോഴ്സ് സിസ്റ്റം കൺസിഡർ ചെയ്യുക. ഇതൊക്കെ നോൺ കൺകറൻറ്റ് ആയിട്ടുള്ള ഫോഴ്സുകളാണ്. Consider a body subjected to several forces F1, F2, F3, etc. With F1, F2, F3, etc. and F4 constant. This force system is to be replaced by a single force acting through the point O along with the couple. അതായത് ഈ ഒരു സിംഗിൾ ഫോഴ്സ് സിസ്റ്റത്തിന് എക്സ് വൈ സെഡ് എന്നുള്ള 3 പ്ലെയിനുകളുണ്ട്, അല്ലെങ്കിൽ ആക്സിസ് ഉണ്ട്. സോ അവിടെ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട് കുറേ ഫോഴ്സുകൾ. ഇതിനൊരു സിംഗിൾ ഫോഴ്സ് സിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്യണം. ഓയിൽ ആക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ ഫോഴ്സ് സിസ്റ്റമായിട്ടും പിന്നെ ഒരു കപ്പിളായിട്ടും. സോ കപ്പിൾ എങ്ങനെയാണ് വരുന്നത്? സോ ഈ ഒരു നോൺ കൺകറൻറ്റ് ഫോഴ്സ് ആകുമ്പോൾ തന്നെ അതിനകത്തൊരു മൊമെൻറ്റ് ആക്ട് ചെയ്യും. ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ട് മൊമെൻറ്റ് ആക്ട് ചെയ്യും. സോ അതിനെ നമ്മൾ O എന്നുള്ള പോയിന്റിൽ മൊമെൻറ്റ് ആക്കിയിട്ട് എഴുതുന്നു. സോ അതിനാണ് കപ്പിൾ എന്ന് പറയുന്നത്. O എന്നുള്ള പോയിന്റിൽ കപ്പിളാക്കിയിട്ട് റീപ്ലേസ് ചെയ്യുന്നു. സോ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്, ഈ ഫോഴ്സുകളുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് R ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് MO എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ദ ഫോഴ്സസ് ഓൾ ദ ഫോഴ്സസ് അബൌട്ട് O, and which is equal to the sum of the moment of all the forces F1, F2, etc. about O ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? F1 + F2 + F3 ആണ്. സോ റിസൾട്ടൻറ്റിൻ്റെ കോമ്പണൻസ് ആണ് RX. അതായത് റിസൾട്ടൻറ്റിൻ്റെ X കോമ്പണൻ്റ് ആണ് RX എന്ന് പറയുന്നത്. റിസൾട്ടൻറ്റിൻ്റെ Y കോമ്പണൻ്റ് ആണ് RY. അതുപോലെ തന്നെ റിസൾട്ടൻറ്റിൻ്റെ Z കോമ്പണൻ്റ് ആണ് RZ എന്ന് പറയുന്നത്. സോ RX എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിഗ്മ FX ആയിരിക്കും. അതായത് റിസൾട്ടൻറ്റിൻ്റെ X കോമ്പണൻ്റ് എന്ന് പറയുന്നത് ഈ ഫോഴ്സുകളുടെ എല്ലാം X കോമ്പണൻറ്റിൻ്റെ സം ആയിരിക്കും. അതാണ് സിഗ്മ FX എന്ന് പറയുന്നത്. അതുപോലെ തന്നെ RY എന്ന് പറയുന്നത് സിഗ്മ FY ആയിരിക്കും. RZ എന്ന് പറഞ്ഞാൽ സിഗ്മ FZ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ R എന്ന് പറയുന്നത് എന്തായിരിക്കും? √R² + RX² + RY² + RZ² ആയിരിക്കും. സോ RX, RY, RZ എന്ന് പറയുന്നത് കോമ്പണൻ്റ് ഓഫ് R ആണ്. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് പഠിച്ചതാണ്. അതിനകത്ത് സെറ്റ് ആക്സിൽ കൂടെ വരുന്നത് മാത്രം. സോ സെറ്റ് ആക്സും കൂടെ വരുമ്പോഴാണ് നമ്മൾ ഇതിനകത്ത് ഒരു സ്പേഷ്യൽ പ്രോബ്ലം ആയിട്ട് മാറുന്നത്. So Weygman's theorem പ്രകാരം sum of the moment of all the forces about O should be equal to moment of the resultant about O. അതായത് sum of the moment of all the forces about O എന്ന് പറയുന്നത് equal to sum of the moments about, അല്ലെങ്കിൽ equal to the moment of the resultant about O. ഓക്കെ, സോ ഈ സിഗ്മ MOയുടെ കോമ്പണൻസ് ആണ് സിഗ്മ MX, അതായത് X ഡയറക്ഷനിലുള്ള ഫോഴ്സുകളുടെ മൊമെൻറ്റ്. ഓക്കെ, അതുപോലെ തന്നെ സിഗ്മ MY, സിഗ്മ MZ. ഓക്കെ, അതിൻ്റെ ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ളതായിരിക്കും MRX. ഓക്കെ, മൊമെൻറ്റ് ഓഫ് ദ റിസൾട്ടൻ്റ് അബൌട്ട് X. സോ സം ഓഫ് ദ മൊമെൻറ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് അബൌട്ട് X ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് ദ റിസൾട്ടൻ്റ് അബൌട്ട് X എന്ന് വരും. ആൻഡ് മൊമെൻറ്റ് ഓഫ് ദ റിസൾട്ടൻ്റ് അബൌട്ട് O എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? √സിഗ്മ MX² + സിഗ്മ MY² + സിഗ്മ MZ². ഓക്കെ, ഇതാണ് ഒരു നോൺ കൺകറൻറ്റ് സിസ്റ്റം ഓഫ് ഫോഴ്സിൻ്റെ ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ ഒരു റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്. റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അത് ടോട്ടൽ ഫോഴ്സുകൾ കണ്ടുപിടിക്കുക, ടോട്ടൽ മൊമെൻറ്റും കണ്ടുപിടിക്കുക പർട്ടിക്കുലർ പോയിന്റ്. സോ മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് ഇൻ എ സ്പേസ്. സോ മൊമെൻറ്റ് എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുക? വെക്റ്റർ മെത്തേഡ് വെച്ചിട്ട് മൊമെൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഓക്കെ, സോ ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഓൾ ദ ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സസ് ഫ്രം ദ മൊമെൻറ്റ് സെൻറ്റർ. അതിപ്പോൾ ഒരു ഫോഴ്സ് F ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് ഈ O എന്നുള്ള പോയിന്റ് വെച്ചിട്ട് ഒരു മൊമെൻറ്റ് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ Fൻ്റെ ലൈൻ ഓഫ് ആക്ഷനിൽ നിന്ന് ഓയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സോ അത് D ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റ് ഓഫ് ദിസ് ഫോഴ്സ് അബൌട്ട് O എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? F × D ആയിരിക്കില്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു F × D. സോ ഇതിനകത്ത് D എന്ന് പറയുന്നത് R sin θ എന്ന് എഴുതാം. കാരണം ഇത് R ആണെങ്കിൽ, സോ R sin, സോ ഇവിടെ ആൽഫയാണ്, തെറ്റിപ്പോയതാണ്. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും R sin α അല്ലെങ്കിൽ R sin θ എന്ന് വരും. സോ ഇസ് ഈക്വൽ ടു R × അല്ലെങ്കിൽ ഇത് വെക്ടോറൽ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ R പൊസിഷൻ വെക്ടർ മൾട്ടിപ്ലൈഡ് ബൈ ഫോഴ്സ് വെക്ടർ. ഓക്കെ, സോ ആറിൻ്റെ പൊസിഷൻ വെക്ടർ മൾട്ടിപ്ലൈഡ് ബൈ ഫോഴ്സ് വെക്ടർ വരും. ഓക്കെ, സോ
നമ്മൾ വെക്ടർ അപ്രോച്ചിൽ ക്രോസ് പ്രൊഡക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ, അതായത് വെക്ടർ അപ്രോച്ച് പ്രകാരം നമ്മൾ ഇത് മൾട്ടിപ്ലൈ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് ഇൻ 3D സ്പേസ്. സോ 3D സ്പേസിൽ നമുക്കൊരു 2 വെക്ടർ കിട്ടും. ആ വെക്ടറിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് പൊസിഷൻ വെക്ടറും ഫോഴ്സ് വെക്ടറിനെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മൊമെൻറ്റ് കിട്ടും. ഓക്കെ, മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് അബൌട്ട് എ ഓ. സോ ആണെങ്കിൽ ഇപ്പോൾ 6 മൾട്ടിപ്ലൈഡ് ബൈ ഈ ഫോഴ്സ് വെക്ടറും ഈ ഒരു വെക്ടറും ഇതിൻ്റെ പൊസിഷൻ വെക്ടറും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് കിട്ടും. ആ ക്രോസ് പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മുടെ എന്താ പറയുക മൊമെൻറ്റ്. ഓക്കെ, സോ എങ്ങനെയാണ് ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക? സോ ഇപ്പം നമുക്ക് 2 വെക്ടേഴ്സ് കിട്ടി, ആറിൻ്റെ വെക്ടറും എഫിൻ്റെ വെക്ടറും. ഓക്കെ, സോ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആണ് ആറെങ്കിൽ, എഫ് എക്സ് ഐ പ്ലസ് എഫ് ഐ ജെ പ്ലസ് എഫ് സെഡ് കെ ആണ് എഫ് എന്ന് ഫോഴ്സ് വെക്ടർ എങ്കിൽ, അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്നാണ് ഇങ്ങനെ എഴുതും, ഐ ജെ കെ എക്സ് വൈ സെഡ് എഫ് എക്സ് എഫ് ഐ എഫ് സെഡ്. എന്താ ചെയ്താൽ കിട്ടുക? ഐ മൾട്ടിപ്ലൈഡ് ബൈ വൈ ഇൻറ്റു എഫ് സെഡ് മൈനസ് സെഡ് ഇൻറ്റു എഫ് ഐ. സോ ഇത് കഴിഞ്ഞിട്ട് ജെ മൾട്ടിപ്ലൈഡ് ബൈ എന്താ വരിക? എക്സ് ഇൻറ്റു എഫ് സെഡ് മൈനസ് വൈ സെഡ് ഇൻറ്റു എഫ് എക്സ്. സോ മൈനസ് ജെ ആണ് ഇവിടെ വരിക. സോ മൈനസ് ജെ എന്ന് വരുമ്പോൾ എന്ത് വരും? മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ജെ ഇൻറ്റു സെഡ് എഫ് എക്സ് മൈനസ് എക്സ് എഫ് സെഡ് എന്ന് വരും, പ്ലസ് കെ ഇൻറ്റു എന്തുവരും? എക്സ് എഫ് ഐ മൈനസ് വൈ എഫ് എക്സ് എന്ന് വരും. ഓക്കെ, സോ ഇതാണ് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. സോ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. A rectangular concrete slab supports a load at its 4 corners as shown in figure. Determine the resultant of these forces and the point of application of the resultant. സോ 4 ഫോഴ്സുകൾ, ഒരു കോൺക്രീറ്റ് സ്ലാബ് ഉണ്ട്, അതിനകത്ത് 4 കോർണറിലും 4 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ എന്താ പറയുക റിസൾട്ടൻ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം വെർട്ടിക്കൽ ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ റിസൾട്ടൻ്റും വെർട്ടിക്കൽ തന്നെ ആയിരിക്കും. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. സോ ആദ്യം തന്നെ ഇതിൻ്റെ ഫോഴ്സ് വെക്ടർ കണ്ടുപിടിക്കണം. ഓക്കെ, സോ 4 ഫോഴ്സുകളാണുള്ളത്, എഫ് ഒ, എഫ് എ, എഫ് സി ആൻഡ് എഫ് ബി. 4 പോയിന്റുകൾ, ഒ എ ബി സി എന്നുള്ള 4 പോയിന്റുകളിൽ. സോ എഫ് ഒ നോക്കാം. എഫ് ഒ എന്ന് പറയുന്നത് എന്താ വരിക? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 125 ആണ്. അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റ് വെക്ടർ എന്താ? യൂണിറ്റ് വെക്ടർ അലോങ് ഇൻ ദിസ് ഡയറക്ഷൻ എന്താ വരിക? ഞാൻ പറഞ്ഞു ഫോഴ്സ് വെക്ടർ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈഡ് ബൈ യൂണിറ്റ് വെക്ടർ അലോങ് ദാറ്റ് ഡയറക്ഷൻ. സോ വൈ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ജെ ആണ് വരിക. ഡയറക്ഷൻ എന്ന് പറയുന്നത് താഴോട്ടായതുകൊണ്ട് തന്നെ മൈനസ് ജെ. സോ മൈനസ് 125 ജെ എന്ന് വരും. സോ അതുപോലെ തന്നെ എഫ് എ എന്ന് പറയുന്നത് മൈനസ് 250 ജെ, എഫ് ബി എന്ന് പറയുന്നത് മൈനസ് 150 ജെ ആൻഡ് എഫ് സി എന്ന് പറയുന്നത് മൈനസ് 100 ജെ. ഓക്കെ, സോ എല്ലാത്തിൻ്റെ റിസൾട്ടൻ്റ് എന്ത് വരും? റിസൾട്ട് ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ, ഫോഴ്സ് വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ആഡ് ചെയ്യണം. അതായത് മൈനസ് എഫ് ഒ പ്ലസ് എഫ് എ പ്ലസ് എഫ് ബി പ്ലസ് എഫ് സി. എല്ലാം വെക്ടറാണ്. സോ അതുകൊണ്ട് തന്നെ വെക്ടറിൻ്റെ സൈന് മേലെ കൊടുക്കണം, ഈ ആരോ മാർക്ക് മേലെ കൊടുക്കണം, വെക്ടർ ആയതുകൊണ്ട് തന്നെ. ഓക്കെ, സോ റിസൾട്ടൻ്റ് ആർ എന്ന് പറയുന്നത് ഒരു വെക്ടർ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സസ് ഈസ് ഈക്വൽ ടു മൈനസ് 125 ജെ പ്ലസ് മൈനസ് 250 ജെ പ്ലസ് മൈനസ് 150 ജെ പ്ലസ് മൈനസ് 100 ജെ മൈനസ് 625 ജെ. അതായത് 625 ജെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ 625 എന്നുള്ള ഒരു ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യുന്നത്, അതിൻ്റെ ഡയറക്ഷൻ വെക്ടറാണ് ജെ എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കണം. സോ ഓരോന്നിൻ്റെയും പൊസിഷൻ വെക്ടർ ആർ ഒ എന്ന് പറയുന്നത് എന്താ? ഈ ഒരു പോയിന്റ്, ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താ വരിക? 0 0 0. അതുകൊണ്ട് തന്നെ പൊസിഷൻ വെക്ടർ ഓഫ് പോയിന്റ് ഒ എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത് 0 ആണ് വരിക. ഓക്കെ, അതുപോലെ തന്നെ പൊസിഷൻ വെക്ടർ ഓഫ് പോയിന്റ് എയുടെ പൊസിഷൻ വെക്ടർ എന്താ വരിക? ഈ തിക്നെസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല ഈ സ്ലാബിൻ്റെ, അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് എ എന്ന് പറയുന്നത് എന്താ വരിക? എക്സ് ആക്സിൽ 4 മീറ്റർ വിട്ടിട്ടാണുള്ളത്. സോ അത് സെഡ് ആക്സിലും വൈ ആക്സിലും ഡിസ്റ്റൻസ് ഇല്ല. സോ ഈ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അത് തിൻ സ്ലാബ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഇതൊരു ചെറിയൊരു 2D പ്ലെയിൻ ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യുന്നു. സോ അങ്ങനെയാകുമ്പോൾ 4 0 0 എന്ന് വരും. സോ പൊസിഷൻ വെക്ടർ എന്ത് വരും? 4i എന്ന് വരും. കാരണം എക്സിൻ്റെ ടേം മാത്രമേ ഉള്ളൂ, എക്സ് വൈ സെഡ്. ഓക്കെ, അതായത് എക്സിൻ്റെ ടേം മാത്രമായിട്ട് 4i പ്ലസ് 0j പ്ലസ് 0k എന്ന് വരും. അതായത് 4i എന്ന് വരും. ആൻഡ് പൊസിഷൻ വെക്ടർ ഓഫ് ബി എന്ന് പറയുന്നത് എന്താ വരിക? ഇത് എക്സിൽ നിന്ന് ഈ സെഡ് ആക്സിൽ 5 മീറ്ററും അതുപോലെ തന്നെ എക്സ് ആക്സിൽ എത്രയാണ് വരിക? ഈ 4 മീറ്ററുമാണ് വരുന്നത്. സോ 4iയും 5kയും വരും. ഇതിനകത്ത് വൈ ഡയറക്ഷനിൽ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതുപോലെ തന്നെ പൊസിഷൻ വെക്ടർ പോയിന്റ് സി എന്ന് പറയുന്നത് എന്താ വരിക? 0 0 5 ആണ്. സെഡ് മാക്സിലേ ഉള്ളൂ. സോ 5k എന്ന് വരും. സോ പൊസിഷൻ വെക്ടർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പോയിന്റിലെയും
ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? മൊമെൻറ്റ് കണ്ടുപിടിക്കണം. സോ ഞാൻ പറഞ്ഞു ഇതൊരു എന്താ പറയുക പാരലായിട്ടുള്ള ഫോഴ്സ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ എന്താ പറയുക നോൺ പ്ലെയിൻ, അതായത് സ്പേഷ്യൽ പ്രോബ്ലമാണ്. സോ അതുകൊണ്ട് തന്നെ മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്താ വരിക? മൊമെൻറ്റ് ഓഫ് F0 എബൌട്ട് O. സോ മൊമെൻറ്റ് ഓഫ് F0 എബൌട്ട് O, FA എബൌട്ട് O, FB എബൌട്ട് O, FC എബൌട്ട് O കണ്ടുപിടിക്കണം. ഏതെങ്കിലും പോയിന്റ് O നമ്മൾ പോയിന്റ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, O നമ്മൾ നേരത്തെ ഒറിജിനായിട്ട് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് O വെച്ചിട്ട് നമ്മൾ മൊമെൻറ്റ് കണ്ടുപിടിക്കാം. സോ FO എബൌട്ട് O എന്ന് പറഞ്ഞാൽ FOയിൽ തന്നെയാണ് O എന്നുള്ള പോയിന്റ് കൂടിയാണ് FO പാസ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ മൊമെൻറ്റ് 0 ആയിരിക്കും. സോ മൊമെൻറ്റ് ഓഫ് FA എബൌട്ട് O എന്ന് പറഞ്ഞാൽ എന്താ? പൊസിഷൻ വെക്ടർ RA മൾട്ടിപ്ലൈഡ് ബൈ FA വരും. സോ പൊസിഷൻ വെക്ടർ RA എന്ന് പറഞ്ഞാൽ 4i ആണ്. 4i മൾട്ടിപ്ലൈഡ് ബൈ മൈനസ് 250j എന്ന് വരും. സോ ഇതിനകത്ത് എന്താ വരിക? ഇത് മനസ്സിലായല്ലോ. RA എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടറാണ്. ഈ RA, അതായത് ഈ ഇതിൻ്റെ ഡിസ്റ്റൻസിനാണ് RA എന്ന് പറയുന്നത്. ഇതിൻ്റെ പൊസിഷൻ വെക്ടറാണ് RA എന്ന് പറയുന്നത്. മൾട്ടിപ്ലൈഡ് ബൈ FA, അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് RA ക്രോസ് പ്രൊഡക്റ്റ് FA. സോ RA എന്ന് പറഞ്ഞാൽ 4i ആണ്. ക്രോസ് പ്രൊഡക്റ്റ് FA എന്ന് പറയുന്നത് മൈനസ് 250j ആണ്. സോ 4 × 250 മൈനസ് 1000 i ക്രോസ് j. സോ i ക്രോസ് j എന്ന് പറഞ്ഞാൽ k ആണ്. ഓക്കെ, സോ മൈനസ് 1000 k എന്ന് വരും. സോ മൊമെൻറ്റ് ഓഫ് FA എബൌട്ട് O കിട്ടി. ഇനി നമുക്ക് മൊമെൻറ്റ് ഓഫ് FB എബൌട്ട് O എന്താണെന്ന് നോക്കാം. സോ നോക്കിയാൽ മതി. എന്താ പറയുക? മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ ഓഫ് B മൾട്ടിപ്ലൈഡ് ബൈ ഫോഴ്സ് വെക്ടർ B, അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ്. ഓക്കെ, പൊസിഷൻ വെക്ടർ ഓഫ് B എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ തന്നെയാണ് RB ഈസ് ഈക്വൽ ടു 4i പ്ലസ് 5k എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് പൊസിഷൻ വെക്ടർ ഓഫ് B എന്ന് പറയുന്നത് മൈനസ് 150j. ഓക്കെ, നമുക്കിങ്ങനെ ചെയ്താൽ പറ്റും. i j k എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ കോമ്പണൻറ്റ് 4 0 5, അതുപോലെ തന്നെ 0 മൈനസ് 150. കാരണം ജെയുടെ ടേംസ് മാത്രമാണ് മൈനസ് 150, ബാക്കി രണ്ടും 0 ആണ്. 0 മൈനസ് 150 0 എന്ന് വരും. സോ ഇതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 750i മൈനസ് 600k. ഇതൊന്ന് ചെയ്ത് നോക്കണം നിങ്ങൾ. എങ്ങനെ ചെയ്യാമെന്ന് അറിയാമായിരിക്കുമല്ലോ. i മൾട്ടിപ്ലൈഡ് ബൈ 0 മൈനസ് 150 ഇൻറ്റു 5. ഓക്കെ, അതുപോലെ തന്നെ മൈനസ് j ഇൻറ്റു 4 അല്ല 0 മൈനസ് 0. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് k ഇൻറ്റു 4 ഇൻറ്റു മൈനസ് 150 മൈനസ് 0. ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ക്ലാൻസിലെ കിട്ടും 750i മൈനസ് 600k എന്ന് കിട്ടും. അതുപോലെ തന്നെ മൊമെൻറ്റ് ഓഫ് FC എബൌട്ട് O എന്ന് പറഞ്ഞാൽ FC മൾട്ടിപ്ലൈഡ് ബൈ RC ആണ് വരിക. സോ RC എന്ന് പറയുന്നത് നമുക്ക് 5k എന്ന് കിട്ടിയിട്ടുണ്ട്. FC എന്ന് പറഞ്ഞാൽ മൈനസ് 100j എന്ന് കിട്ടിയിട്ടുണ്ട്. ചെയ്യുമ്പം മൈനസ് 500k ഇൻറ്റു j എന്ന് വരും. സോ k ഇൻറ്റു j എന്ന് പറയുന്നത് i ആണ്. ഓക്കെ, മൈനസ് i ആണ്. k ഇൻറ്റു j എന്ന് പറഞ്ഞാൽ മൈനസ് i ആണ്. സോ മൈനസ് എന്ന് പറയുന്നത് 500i വരും. ഓക്കെ, ആൻഡ് സം ഓഫ് ഓൾ ദ മൊമെൻറ്റ്സ് ഓഫ് ഫോഴ്സസ് എബൌട്ട് O എന്ന് പറഞ്ഞാൽ എന്ത് വരും? സിഗ്മ MO എന്ന് പറഞ്ഞിട്ട് എന്ത് വരും? ആദ്യത്തെ 0 വന്നു, നമ്മളിവിടെ 0 വന്നു. 0 പ്ലസ് മൈനസ് 1000k പ്ലസ് 750i മൈനസ് 600k പ്ലസ് 500i. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1250i മൈനസ് 1600k എന്ന് വരും. ഓക്കെ, സോ അതാണ് ടോട്ടൽ സം ഓഫ് ദ മൊമെൻറ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് എബൌട്ട് O എന്ന് കിട്ടിയത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ റിസൾട്ടൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മൈനസ് 625j ആണ്. സോ മൈനസ് 625j എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത് മൈനസ് നെഗറ്റീവ് ഡയറക്ഷനാണ് താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ y ഡയറക്ഷനാണ് ആക്ട് ചെയ്യുന്നത്. സോ j ഉള്ളത് കൊണ്ട് തന്നെ y ഡയറക്ഷനാണ് ആക്ട് ചെയ്യുന്നത്. സോ പൊസിഷൻ വെക്ടർ ഓഫ് D, സോ ഇത് ആക്ട് ചെയ്യുന്നത് D എന്നുള്ള പോയിന്റിലാണ് വിചാരിക്കാം. D, സോ D എന്നുള്ള പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് XDയും ZDയും. സോ XDi പ്ലസ് ZD ഇൻറ്റു k. കാരണം ഇതിനകത്ത് y എന്ന് പറയുന്ന y എന്ന കോർഡിനേറ്റ്സ് ഇല്ല. കാരണം ഇത് സിംഗിൾ ഒരു 2 ഡയമെൻഷണൽ പ്ലെയിൻ ആണെന്ന് വിചാരിച്ചാൽ ഈ ഒരു തിക്നെസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ XD 0 ZD എന്ന് വരും. സോ പൊസിഷൻ വെക്ടർ എന്ത് വരും? RD is equal to XDi പ്ലസ് ZD k എന്ന് വരും. ഓക്കെ, സോ അതുപോലെ തന്നെ ഫോഴ്സ് വെക്ടർ എന്ന് പറഞ്ഞാൽ FD is equal to R equal to മൈനസ് 625j എന്ന് വരും. സോ മൊമെൻറ്റ് ഓഫ് ദ റിസൾട്ടൻ്റ് എബൌട്ട് O എന്ന് പറഞ്ഞാൽ എന്ത് വരും? XD ഇൻറ്റു y പ്ലസ് ZD ഇൻറ്റു k മൾട്ടിപ്ലൈഡ് ബൈ ക്രോസ് പ്രൊഡക്റ്റ് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ക്രോസ് ഓഫ് മൈനസ് 625j എന്ന് വരും. ഇതെന്ത് ചെയ്താന്ന് കിട്ടും? XD ഇൻറ്റു മൈനസ് 625 i ക്രോസ് j എന്ന് വരും. മൈനസ് 625 ZD ഇൻറ്റു k ക്രോസ് j. സോ ഇതെന്ത് കിട്ടും? i ക്രോസ് j എന്ന് പറയുന്നത് k ആണ്. അതുപോലെ k ക്രോസ് j എന്ന് പറയുന്നത് മൈനസ് i ആണ്. ഓക്കെ, 625 XD k പ്ലസ് 625 ZD i. ഇതൊന്ന് ചെയ്തു നോക്കണം. ടെക്സ്റ്റിനകത്തുള്ളതാണ്. എന്തെങ്കിലും മിസ്റ്റേക്കിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചെയ്തു നോക്കിയിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ 1-2 മിസ്റ്റേക്കുകൾ അവർ സ്റ്റുഡൻസ് പോയിൻ്റ് ഔട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളതൊന്ന് ചെയ്തിട്ട് നോക്കണം. ഓക്കെ, സോ നമുക്ക് മൊമെൻറ്റ് ഓഫ്
റിസൾട്ടൻറ്റ് അബൌട്ട് ഒ കിട്ടി. -625 XT K plus 625 ZD ആയി. ഓക്കെ, സോ ഇക്വേറ്റിംഗ് ദ മൊമെൻറ്റ് ഓഫ് ദ റിസൾട്ടൻറ്റ് ഒ ആൻഡ് ദ സം ഓഫ് ദ മൊമെൻറ്റ് ഓഫ് ഓൾ ദ ഫോഴ്സ് അബൌട്ട് ഒ. നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് 2 ഡയമെൻഷനിൽ ചെയ്ത അതേ പരിപാടി തന്നെയാണ് ചെയ്യുന്നത്. ഇക്വേറ്റിംഗ് ദ മൊമെൻറ്റ് ഓഫ് റിസൾട്ടൻറ്റ് അബൌട്ട് ഒ ആൻഡ് സം ഓഫ് ഓൾ ദ മൊമെൻറ്റ് ഓഫ് ഓൾ ദ ഫോഴ്സ് അബൌട്ട് ഒ. ഇതിനകത്ത് പക്ഷേ നമുക്ക് വെക്ടർ അപ്രോച്ചിലാണ് കിട്ടുന്നത് മാത്രം. സോ എന്താ കിട്ടുക? ആർ ഡി ഇൻറ്റു ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എന്ത് കിട്ടും? എക്സ് ടി ഇൻറ്റു ആർ സികൾ ടു സിഗ്മ എം എന്ന് വരും. അല്ലെങ്കിൽ എക്സ് ടി ഇൻറ്റു ആർ ഡി ആർ ഡി ഇൻറ്റു ആർ എന്ന് പറയുന്നത് എന്താ കിട്ടിയിട്ടുണ്ട്? 625 XT ZD ഇൻറ്റു ഐ മൈനസ് 625 XT ഇൻറ്റു കെ. സിഗ്മ എം എന്ന് പറയുന്നത് 1250 ഐ മൈനസ് 1600 കെ. ഇത് ചെയ്തെന്ത് കിട്ടും? 625 ZD ഈക്വൽ ടു 1250 എന്ന് വരും. ഓക്കെ, സോ ആദ്യം ഐൻ്റെ ടേമും പിന്നെ അത് കഴിഞ്ഞിട്ട് കെയുടെ ടേമും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. സോ ഐൻ്റെ ടേം എന്ന് പറയുന്നത് 625 ZD എന്ന് പറയുന്നത് 1250 കിട്ടും. സോ ZD എന്ന് പറഞ്ഞാൽ 2 മീറ്റർ കിട്ടും ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ കെയുടെ ടേം ചെയ്ത് കഴിഞ്ഞാൽ 625 XD മൈനസ് 625 XD ഈക്വൽ ടു മൈനസ് 1600 എന്ന് വരും. ചെയ്ത് കഴിഞ്ഞാൽ XD ഈക്വൽ ടു 2.5856 ml എന്ന് കിട്ടും. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ഇത്രയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. കാരണം ഇതിനകത്ത് ഈ റിസൾട്ടൻറ്റും അതിൻ്റെ പൊസിഷനാണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. സോ XDയും ZDയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഇത് നിങ്ങളൊന്ന് ചെയ്തിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഇതൊന്ന് ക്ലിയറായിട്ട് നോട്ടിൽ എഴുതിയിട്ട് തന്നെ പഠിക്കണം. കാരണം നിങ്ങൾ എക്സാമിന് ഇത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്കൻഡ് പാർട്ടായിട്ട് ചോദിക്കും. മോഡ്യൂൾ 3ൻ്റെ വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. ഇതുപോലത്തെ പ്രോബ്ലംസ് തന്നെയാണ് ചോദിക്കുക. അതുകൊണ്ട് തന്നെ തെറ്റിക്കാൻ പാടില്ല. സോ അടുത്തത് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഓഫ് നോൺ കൺകറൻറ്റ് ഫോഴ്സ് ഇൻ സ്പേസ്. സോ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എന്താ വരിക? സാധാരണ നമ്മൾ 2 ഡയമെൻഷണൽ പ്രോബ്ലമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അത് ഇക്വലന്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ബോഡി ഇൻ സ്പേസ് is said to be in equilibrium when the resultant force and the resultant moment due to the force acting on the body are 0. അതായത് റിസൾട്ടൻറ്റ് ഫോഴ്സും മൊമെൻറ്റും 0 ആയി കഴിഞ്ഞാൽ ആ ബോഡി ഇക്വിലിബ്രിയം എന്ന് പറയാം. സോ ഇക്വിലിബ്രിയം കേസിൽ എന്ന് പറയുമ്പോൾ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഓക്കെ, സോ റിസൾട്ടൻറ്റ് ഫോഴ്സ് ആറിൻ്റെ കോമ്പണൻസ് ആണ് RX, RY, RZ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ വെക്ടറിൽ ഇങ്ങനെ എഴുതാൻ പറ്റും: RXI പ്ലസ് RYJ പ്ലസ് RZK. അല്ലെങ്കിൽ സിഗ്മ FX എന്ന് പറയുന്നത് 0 ആയിരിക്കണം, സിഗ്മ FI എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കണം, സിഗ്മ FZ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കണം. ഇതും ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ആണ്. ആൻഡ് റിസൾട്ടൻറ്റ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? MO എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കണം. മൊമെൻറ്റ് ഓഫ് ദ ഫോഴ്സ് അബൌട്ട് O. സോ MOയുടെ കോമ്പണൻസ് ആണ് MX, MY, MZ അലോങ് IJK ഡയറക്ഷൻസ്. സോ അങ്ങനെയാണെങ്കിൽ സിഗ്മ MX ഈക്വൽ ടു 0, സിഗ്മ MY ഈക്വൽ ടു 0, സിഗ്മ MZ ഈക്വൽ ടു 0. അത് സം ഓഫ് ദ മൊമെൻറ്റ് ഓഫ് all the force about X equal to 0 and Y is equal to 0 and Z is equal to 0. So this is the equilibrium equation for non-concurrent force in space. Okay, ഇനി നമുക്കൊരു സിമ്പിൾ പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ റിയാക്ഷൻ ആൻഡ് മൊമെൻറ്റ് ഓഫ് ആൻഡ് സപ്പോർട്ട് ഓഫ് ദ സ്ട്രക്ചർ ഷോൺ ഇൻ ഫിഗർ. സോ ഇതിനകത്ത് പറഞ്ഞാൽ നമുക്കൊരു XYZ എന്താ പറയുക ലൈൻ ആക്സിസ് കൊടുത്തിട്ടുണ്ട്, X, Y and Z. സോ ഇതിനകത്ത് 3 മീറ്റർ കഴിഞ്ഞിട്ട് 10 kN എന്നുള്ള ഫോഴ്സ് ഉണ്ട്. അവിടെ നിന്ന് Z ഡയറക്ഷനിൽ 4 മീറ്റർ കഴിഞ്ഞിട്ട് B എന്നൊരു പോയിന്റ് ഉണ്ട്. അവിടെ ഒരു 20 kN ഒരു X ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് 2 മീറ്റർ താഴെയായിട്ട് ഒരു C എന്നൊരു പോയിന്റിൽ 30 kN Z ആക്സിന് പാരലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഫിഗർ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനൊരു ഫിഗർ വരയ്ക്കാം. ഇപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ടാവും. ചെറിയൊരു സ്ലാബാണ്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണെന്ന് കഴിഞ്ഞതിനകത്ത് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഡെപ്ത് എന്ന് പറയുന്നത് എടുക്കുന്നുണ്ട്. നേരത്തെ പ്രോബ്ലത്തിൻ്റെ അകത്ത് നമ്മൾ ഡെപ്ത് എടുത്തിട്ടില്ല, അത് വളരെ നെഗ്ലിജിബിളായിട്ടാണ് എടുത്തിട്ടുള്ളത്. സോ ഇവിടെ തന്നെ C എന്നുള്ളൊരു പോയിന്റ് എന്ന് 2 മീറ്റർ താഴെയാണുള്ളത് B എന്ന്. ഓക്കെ, സോ ഡയറക്ഷൻ നമ്മൾ നോക്കിയാൽ മതി, എല്ലാത്തിൻ്റെയും ഡയറക്ഷൻ. സോ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഫൈൻഡ് ദ ഫോഴ്സ് വെക്ടർ. എല്ലാത്തിൻ്റെയും ഫോഴ്സ് വെക്ടർ കണ്ടുപിടിക്കണം. സോ ഫോഴ്സ് വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ് വെക്ടർ A എന്ന് പറഞ്ഞാൽ A എന്നുള്ള പോയിന്റിലുള്ള ഫോഴ്സ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? 10 kN ആണ്. സോ അത് താഴെ കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ J ഡയറക്ഷനാണ് ഉള്ളത്, അല്ലെങ്കിൽ Y ഡയറക്ഷൻ Y ആക്സിലാണ് ഉള്ളത്. സോ -10J എന്ന് എഴുതാൻ പറ്റും. FA എന്ന് പറയുന്നത് -10J. FB എന്ന് പറയുന്നത് ഇതിന് ഒരു ക്യാപ്പ് ഉണ്ട്, കാരണം ഇത് വെക്ടറാണ്, മറന്ന് വിട്ടുപോയതാണ്. ഇതിൻ്റെ അകത്ത് FB is equal to 20I ആണ് വരുന്നത്. സോ ഇവിടെ പോലെ തന്നെ Jയ്ക്കും ഒരു വരയുണ്ട്. ഓക്കെ, FC എന്ന് പറയുന്നത് 30K ആണ് വരുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ R എന്ന് പറയുന്നത് റിയാക്ഷൻ ടു Oയിലുള്ള റിയാക്ഷൻ, അതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. സോ റിയാക്ഷൻ Oയുടെ
ഓയിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ്റെ കോമ്പണൻസ് എന്ന് പറയുന്നത് RX, RY, RZ ആണ്. അതാണ് അതിൻ്റെ കോമ്പണൻസ് എന്ന് പറയുന്നത്. കോമ്പണൻസ് ഓഫ് R. റിയാക്ഷൻ്റെ ഓയിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ്റെ കോമ്പണൻസ് എന്ന് പറയുന്നത്. സോ ഓയിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഓക്കെ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് നമുക്ക് എല്ലാത്തിൻ്റെയും പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാം. ആദ്യം ഫോഴ്സ് വെക്ടർ കണ്ടുപിടിച്ചതിന് ശേഷം പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാം. പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എയുടെ പൊസിഷൻ വെക്ടർ എന്താ വരിക? അതിൻ്റെ എയുടെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ 3, 0, 0 ആണ്. സോ പൊസിഷൻ വെക്ടർ എന്ത് വരും? 3i എന്ന് വരും. ഓക്കെ, RA = 3i എന്ന് വരും. അതുപോലെ തന്നെ പൊസിഷൻ വെക്ടർ ഓഫ് ബി. സോ ബിയുടെ കോർഡിനേറ്റ് എഴുതുക 3, 0, 4 അല്ലേ വരിക? 3 എന്താ പറയുക, എക്സ് ആക്സിൽ 3 മീറ്ററും പിന്നെ സെഡ് ആക്സിൽ 4 മീറ്ററും. സോ വൈ ആക്സിൽ 0 ആണ്, കാരണം വൈ പ്ലെയിൻ തന്നെയാണ് ഉള്ളത്. സോ ഇതിവിടെ 3, 0, 4 എന്ന് വരും. 3i + 4k എന്ന് വരും. ഇനി സി എന്ന് പറയുന്നത് എന്താ? സി എന്ന് പറയുന്നത് ബിയുടെ നേരെ താഴെയാണ്. പക്ഷെ അതിനകത്ത് എന്താ പറയുക, എക്സ് കോമ്പണൻറ്റ് സെയിം ആണ്. അതുപോലെ തന്നെ പക്ഷേ അതിനകത്ത് എന്താ പറയുക, വൈ കോമ്പണൻറ്റ് എന്ന് പറഞ്ഞാൽ -2 ആണ്. ഓക്കെ, സോ ഇവിടെ 3 - 2 4 ആണ് വരിക. ഒരു കോർഡിനേറ്റ് മാത്രമാണ് മാറുന്നത്, -2. ഇവിടെ 3, 0, 4 ആണ്. 3 - 2 4 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, സോ 3i - 2j + 4k എന്ന് വരും പൊസിഷൻ വെക്ടർ. ഇനി നമുക്ക് റിസൾട്ടൻറ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ്. സോ എന്താ വരിക റിസൾട്ടൻറ്റ്? എന്താ പറയുക, റിയാക്ഷൻ ഫോഴ്സ് + FA + FB + FC എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കണം. സോ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ RXi + RYj + RZk + FA + FB + FC. സോ RXi + RYj + RZk - 10j. FA എന്ന് പറഞ്ഞാൽ -10j ആണ്, +20i + 30k എന്ന് വരും, =0. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഐൻ്റെ ടേംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ RX + 20 × I = 0 എന്ന് എഴുതാൻ പറ്റും നമുക്ക്. അതായത് RX = -20 kN എഴുതാം. ഓക്കെ, സോ അതുപോലെ തന്നെ RXൻ്റെ എന്താ പറയുക, മാഗ്നിറ്റ്യൂഡാണ് -20 കിട്ടുന്നത്. ഇതിപ്പം ഇപ്പുറത്തോട്ട് കെട്ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RX = -20 എന്ന് കിട്ടും. സോ ഇതിനകത്ത് 20i എന്ന് പറയുന്നത് 20 ആണ് മാഗ്നിറ്റ്യൂഡ്. I എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ അലോങ് ദ ഡയറക്ഷനാണ്. സോ RYj അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ RYj -10j = 0, അല്ലെങ്കിൽ RY = 10 kN എന്ന് കിട്ടും. സോ അതുപോലെ തന്നെ RZ + 30k = 0. RZ + 30 = 0, അല്ലെങ്കിൽ RZ = -30 kN എന്ന് കിട്ടും. സോ RXും RYയും RZും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് റിസൾട്ടൻറ്റ്. സോ റിസൾട്ടൻറ്റ് RX, RY, RZ ആണെങ്കിൽ റിസൾട്ടൻറ്റ് അല്ലാതെ റിസൾട്ടൻറ്റ് എന്താ വരിക? റിസൾട്ടൻറ്റ് കോമ്പണൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കാൻ √of RX² + RY² + RZ² എന്ന് എഴുതാൻ പറ്റും. That is equal to √of 20² + 10² + 30² is equal to 37.42 kN. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം നിങ്ങൾ. ഞാൻ ടെക്സ്റ്റിനകത്തുള്ള ശരിയാണെന്നുള്ള രീതിയിൽ എടുത്തതാണ്. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള അതിൻ്റെ ചില തെറ്റുകളൊക്കെ മനസ്സിലാകുന്നത്. ഓക്കെ, സോ R കിട്ടിക്കഴിഞ്ഞാൽ, റിസൾട്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കണം. സോ ഇൻക്ലിനേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? XYZ ആക്സ് വെച്ചുള്ള ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, സോ തീറ്റ ആക്സ് എന്ന് പറയുന്നത് ആറും അല്ലെങ്കിൽ RXും എന്താ പറയുക, എക്സ് ആക്സും ആയിട്ടുള്ള ഇൻക്ലിനേഷനാണ്. സോ തീറ്റ ആക്സ് എന്ന് പറഞ്ഞാൽ RX = R cos θ എന്ന് വരും. RX = R cos θ ആണ്. അതല്ലെങ്കിൽ തീറ്റ ആക്സ് = cos inverse RX/R എന്ന് വരും. അത് = cos inverse RX എന്ന് പറഞ്ഞാൽ 20 ആണ്, R എന്ന് പറഞ്ഞാൽ 37.42. സോ അതുപോലെ തന്നെ θy, θz കണ്ടുപിടിക്കാം. ഓക്കെ, സോ കണ്ടുപിടിച്ച് കഴിഞ്ഞ ശേഷം എന്താ കണ്ടുപിടിക്കേണ്ടത്? അടുത്തത് മൊമെൻ്റ് ആണ്. സോ റിയാക്ഷൻ ഫോഴ്സും അതിൻ്റെ ഇൻക്ലിനേഷൻ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് മൊമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മൊമെൻ്റ് ഓഫ് ഫോഴ്സ് FA about O എന്ന് പറഞ്ഞാൽ എന്താ വരിക? മൊമെൻ്റ് ഓഫ് ഫോഴ്സ് FA about O എന്ന് പറയുന്നത് FA × RA. ഓക്കെ, പൊസിഷൻ വെക്ടർ ഓഫ് RA × അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് RA ആൻഡ് FA. സോ RA എന്ന് പറയുന്നത് എന്താ വരിക? 3i ആണ്. RA ക്രോസ് പ്രോഡക്റ്റ് -10j എന്ത് വരും? -30 i × j. സോ i × j എന്ന് പറഞ്ഞാൽ k ആണ്. സോ അതുപോലെ തന്നെ മൊമെൻ്റ് ഓഫ് FB about O എന്ന് പറഞ്ഞാൽ എന്താ? FB × O, അല്ലെങ്കിൽ RB എന്ന് വരും. RB ക്രോസ് FB എന്ന് വരും. സോ RB എന്ന് പറഞ്ഞാൽ 3i + 4k ആണ്, × 20i എന്ന് വരും. എന്ത് വരും? 3 × 20 60 i × I + 80 × k × I. ഓക്കെ, സോ i × I എന്ന് പറയുന്നത് 0 ആണ്. സോ I ക്രോസ് I എന്ന് പറയുന്നത് 0 ആണ്. I × I I ക്രോസ് I എന്ന് പറയുന്നത് 0 ആണ്. സോ അതുപോലെ തന്നെ k ക്രോസ് I എന്ന് പറഞ്ഞാൽ j ആണ്. സോ
80J എന്ന് വരും. അടുത്തതെന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് എഫ് സി അബൌട്ട് ഒ, ദാറ്റ് ഈസ് ആർ സി ഇൻറ്റു എഫ് സി. എന്താ വരിക? 3I മൈനസ് 2J പ്ലസ് 4K ക്രോസ് പ്രൊഡക്റ്റ് 30K എന്ന് വരും. സോ 90 ഇൻറ്റു, അതായത് 3 ഇൻറ്റു 30, 90 ഇൻറ്റു ഐ ക്രോസ് കെ മൈനസ് 60 ഇൻറ്റു ജെ ക്രോസ് കെ പ്ലസ് 120 ഇൻറ്റു കെ ക്രോസ് കെ. സോ ഈ ഒരു ചെറിയൊരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെയാണ് വരുന്നത്. സോ ഇവിടെ ഐ ക്രോസ് കെ എന്ന് പറഞ്ഞാൽ എന്താ? ഐ ക്രോസ് കെ മൈനസ് ജെ ആണ് വരുന്നത് അല്ലേ? സോ മൈനസ് 90J എന്ന് വരും. അതുപോലെ തന്നെ ജെ ക്രോസ് കെ എന്താ വരിക? ജെ ക്രോസ് കെ എന്ന് പറഞ്ഞാൽ ഐ ആണ്, മൈനസ് 60I എന്ന് വരും. സോ കെ ക്രോസ് കെ എന്ന് പറഞ്ഞാൽ 0 ആണ്. അതുപോലെ തന്നെ ജെ ക്രോസ് ജെ 0 ആണ്, ഐ ക്രോസ് ഐ എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ മൈനസ് 60I മൈനസ് 90J എന്ന് വരും. സോ സം ഓഫ് ഓൾ ദ മൊമെൻറ്റ് ഓഫ് ദ ഫോഴ്സസ് അബൌട്ട് ഓ എന്ന് പറഞ്ഞാൽ എന്താ വരും? മൈനസ് 30K പ്ലസ് 80J മൈനസ് 60I മൈനസ് 90J എന്ന് വരും. ഓക്കെ, സോ ഇത് സം ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 60I മൈനസ് 10J മൈനസ് 30K എന്ന് വരും. സോ എം എന്ന് പറഞ്ഞാൽ എം ബി ദ മൊമെൻറ്റ് അബൌട്ട് എ. സോ എം മൊമെൻറ്റ് ഓഫ് അബൌട്ട് എന്താ പറയുക ഒ ആയതുകൊണ്ട് തന്നെ എമ്മിൻ്റെ കോമ്പണൻ്റ് ആണ് MXI പ്ലസ് MYJ പ്ലസ് MZK എന്ന് വരും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ സിഗ്മ എം ഇസ് ഈക്വൽ ടു 0 ആണ്. സോ MXI പ്ലസ് MYJ പ്ലസ് MZK പ്ലസ് ഈ ഫോഴ്സിൻ്റെ മൊമെൻറ്റ് എന്താ വരിക? മൈനസ് 60I മൈനസ് 10J മൈനസ് 30K ഈക്വൽ ടു 0. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? MX മൈനസ് 60I പ്ലസ് MY മൈനസ് 10J, അത് ജെയിൻ്റെയും ഐൻ്റെ ടേംസ് കോമൺ ആയിട്ട് എടുത്തിട്ട് ആഡ് ചെയ്യാം. സോ MZ മൈനസ് 30K ഈക്വൽ ടു 0. സോ ഇതിനകത്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ MX ഈക്വൽ ടു 60 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും, MY ഈസ് ഈക്വൽ ടു 10 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും, MZ ഈസ് ഈക്വൽ ടു 30 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അതായത് ഇത് 0 ആവണമെങ്കിൽ MX മൈനസ് 60 എന്ന് പറഞ്ഞാൽ MX എന്ന് പറഞ്ഞാൽ 60 ആയിരിക്കണം, MY എന്ന് പറയുന്നത് 10 ആയിരിക്കണം, MZ എന്ന് പറയുന്നത് 30 ആയിരിക്കണം, എന്നാലേ ഇത് 0 ആവുള്ളൂ. ഓക്കെ, സോ MX MY MZ കിട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത് M ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് MX സ്ക്വയർ പ്ലസ് MY സ്ക്വയർ പ്ലസ് M സ്ക്വയർ സ്ക്വയർ, 60 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ പ്ലസ് 30 സ്ക്വയർ, 67.82 കിലോ ന്യൂട്ടൺ മീറ്റർ ക്ലോക്ക് വൈസിന് കിട്ടി. കാരണം ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് എല്ലാം. ഓക്കെ, സോ ഇതാണ് 2 പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഈ 2 പ്രോബ്ലംസും ഒന്ന് കൃത്യമായിട്ട് നോട്ടിൽ എഴുതി തന്നെ പഠിക്കണം. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വീക്ക് തന്നെ ഒരു കോൺടാക്ട് ക്ലാസ് അല്ലെങ്കിൽ ഒരു ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.